ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓണമല്ലേ, നമുക്കിപ്പോൾ ഓണം എടുത്തിട്ടുണ്ട്. ഓണ വിഭവങ്ങൾ ഇടുവാണ്. ഇത് വെള്ളരിക്ക, ഇത് കുമ്പളങ്ങ, രണ്ടും നമ്മൾ കിച്ചടിയാക്കാൻ പോവുകയാണ്. അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോവുക. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന സാധനത്തിന് നിരപ്പ് മാത്രമേ വെള്ളം വെക്കാൻ പാടുള്ളൂ. നമ്മളിനി വേവിച്ചെടുക്കാൻ പോവുക. ചെറിയ 2 പീസുകളാണ് നമ്മൾ കുമ്പളങ്ങയും വെള്ളരിക്കയും എടുത്തിരിക്കുന്നത്. അതിന് ഇത്രയും തേങ്ങ മതി. ഈ തേങ്ങ നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കണം. വടുക അരച്ചെടുക്കണം. പാകത്തിന് ഇത് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. വെള്ളരിക്കയും വെന്തിട്ടുണ്ട്. കുമ്പളങ്ങയും വെന്തിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തിട്ടുണ്ട്. തിളയ്ക്കാതെ നമ്മളിങ്ങനെ അരപ്പ് തവിയിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം താത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് തൈര്, പുളിക്ക് തക്കവണ്ണമുള്ള തൈര് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. പിന്നെ ഫ്ലെയിം താത്ത് വെക്കുക. ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമ്മുടെ അരപ്പ് വെന്തിരിക്കുന്നത് കൊണ്ട് ഇത് സൂപ്പറാണ്. എത്ര നേരം വേണമെങ്കിലും കേടില്ലാതിരിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. കിച്ചടി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് അളിച്ചെടുക്കാം. കുമ്പള കിച്ചടിയും വെള്ളരി കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ട്, അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് കടുക് അളിക്കാം. ബാക്കിയെല്ലാം അടിപൊളിയായിട്ടായിട്ടുണ്ട്. കടുക് അളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഒഴിച്ച് വെച്ചിട്ട് കുറേ നേരം അടച്ച് വെക്കണം. അതിനകത്ത് തന്നെ അതിൻ്റെ മണമൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. പൊട്ടിക്കാത്ത മുളക് തന്നെ ഉപയോഗിക്കണം. കാരണം കുറച്ച് നേരം ഇരുന്നാൽ പൊട്ടിച്ച മുളകാണെങ്കിൽ അതിൻ്റെ കളർ ഇളകി കഴിയുന്ന ഉടനെ കളർ മാറും. അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കാത്ത മുളക് തന്നെ ഇട്ട് കടുക് വറക്കണം. വെള്ളരിക്ക കിച്ചടിയും കുമ്പളങ്ങയും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഇതുപോലെ ഓണത്തിന് ഉണ്ടാക്കണം. ഇനി കാണും വരെയും ബൈ ബൈ.